നിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് കയ്പും പകയുമല്ല. നിന്റെ മനസ്സിൽ നിറയേണ്ടത് പ്രതികാരമല്ല. കയ്പുള്ളവൻ അൺഫോർഗീവ്നെസ്സിൽ ജീവിക്കുന്നവൻ, തിരുവചനം കൃത്യമായി പറയുന്നു, അതേ ക്ഷമിക്കാത്ത ഹൃദയമായി ജീവിക്കുന്നവൻ ഒരിക്കലും നിത്യതയിൽ കാണുകയില്ല. പ്രതികാരത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്. മറ്റുള്ളവരോടുള്ള പകയുമായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഷവ ചിക്കൻ കിടന്നെങ്ങനെയാണോ ആ റെസ്റ്റോറൻറ്റിൽ തീയിൽ കറങ്ങുന്നത് പോലെ ലൂസിഫറിനും അവൻ്റെ കുട്ടിച്ചാത്തന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ നിന്റെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഏത് പെന്തിക്കോസ് ആണെങ്കിലും കേട്ടാടെ. സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഏത് CSI ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും കേട്ടാടെ. കാരണം യേശു കർത്താവ് പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. അർത്ഥം, ക്ഷമിക്കാത്തവനോട് ദൈവത്തിന് ക്ഷമിപ്പാൻ കഴിയത്തില്ല. ക്ഷമിക്കാത്തവനോട് ദൈവത്തിന് ക്ഷമിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. യേശു കർത്താവ് കയ്പും പകയുമുള്ളവനെ ചേർപ്പാനല്ല കടന്നു വരുന്നത്. യേശു കർത്താവ് പ്രതികാര ചിന്തയിൽ ജീവിക്കുന്നവനെ ചേർപ്പാനല്ല കടന്നു വരുന്നത്. വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് കടന്നു വരുന്നത്.